ഹായ് എവരിവൺ, ദിസ് ഇസ് നിംഷിദ്. കുറേ കാലങ്ങളായി വീഡിയോയിൽ വന്നിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മറ്റുള്ള മീഡിയാസിലായിക്കോട്ടെ വന്നിട്ട് കുറേ മാസങ്ങളെന്ന് പറഞ്ഞാൽ കുറേ മാസങ്ങളായി. നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, നമ്മളൊരു പുതിയ സംരംഭത്തിലേക്ക് കാൽവച്ചു. അതിൻ്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നിലവിലെ ഒരു ഖത്തർ സാഹചര്യത്തിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഞാൻ എൻ്റെ ജീവിതം, അതുപോലെ തന്നെ അനുഭവം, അതിലുണ്ടായ യാഥാർത്ഥ്യം, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് പഠിച്ച ഒരു കാര്യമാണിത്. 10 വർഷത്തോളമായി ഖത്തറിൽ മാർക്കറ്റിലുണ്ടെങ്കിൽ പോലും ഖത്തറിൽ ഒരു 2022 മുതൽ കമ്പനി ഉള്ള ആളാണ് ഞാൻ. അതിൽ 2022 മുതൽ ഞങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്തത് വളരെ കുറവ്. അതായത് നമ്മൾ വളരെ കുറവ് എന്ന് പറഞ്ഞാൽ ചെറുകിട ബിസിനസ് മാത്രം ചെയ്ത് പോയതാണ്. അൽഹംദുലില്ലാ, അങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് 2025 ഏകദേശം മെയ് മാസത്തോടു കൂടി നമ്മൾ ഖത്തറിൽ നമ്മളൊരു പുതിയ ചുവടുവെപ്പിലേക്ക് നമ്മൾ പോയിരുന്നു. അത് ഏറ്റവും വലിയ ഒരു ചുവടുവെപ്പായിട്ട് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം പല കാരണങ്ങളാൽ അതിൻ്റെ ഒരു പീക്ക് സമയത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ നമുക്കത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഷട്ട് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് പോയി കളഞ്ഞു എന്നല്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ലഘൂകരിച്ചു, നമ്മൾ എന്ത് ചെയ്തു, ചെറുതാക്കി ഖത്തർ മാർക്കറ്റിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ആ ഒരു കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും, ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും, അനുഭവത്തിൽ നിന്നും ഒരു ബിസിനസ്, അതായത് ഒരു കോർപ്പറേറ്റ് ലെവലിൽ പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തെ പറ്റിയല്ല പറയുന്നത്. ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാൾ തുടങ്ങുന്ന ഒരു ചെറുകിട ബിസിനസ്, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ. വെറും ഒരു സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. നിങ്ങളതുമായി റിലേറ്റഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് തെറ്റായത് തോന്നാം, ശരിയാകാം. ഞാൻ പഠിച്ച ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയാണെങ്കിലും ഏറ്റവും ലോവസ്റ്റ് കമ്പനിയാണെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ അത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർവീസസ് എന്താണെന്ന്. സപ്പോസ് എന്തോ ആവട്ടെ, നിങ്ങളിനി ഹോട്ടലാവാം, റെസ്റ്റോറൻ്റ് ആവാം, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ആവാം, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആവാം, എനി ബിസിനസ്. അതിന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്കുണ്ടാവും. ആ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഓൺ സ്റ്റോക്ക് ആയിരിക്കാം, നിങ്ങളുടെ സ്റ്റോക്ക് അല്ലാതിരിക്കാം, മറ്റുള്ളവരുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് അവിടെ സ്റ്റോറേജ് ചെയ്തിട്ട് നിങ്ങൾ റീസെയിൽ ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെലക്ട് ചെയ്തിട്ടാണ് അതിലേക്ക് വരിക. അത് നല്ല കാര്യം. നമുക്കങ്ങനെ അതല്ല, നിങ്ങൾക്കൊരു കീ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും നല്ലത്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി തന്നെയാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്ലയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനുഫാക്ചർ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം തന്നെ. അതെല്ലാവർക്കും നിർബന്ധമായിട്ടും വേണ്ട അവിഭാജ്യ ഘടകം. രണ്ടാമത്തത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസ്. ചിലപ്പോൾ നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുകയാണെങ്കിൽ, ഞാൻ എൻ്റെ അനുഭവം അതാണ് ഉണ്ടായത്. ഞാനുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ മൂവ് ചെയ്ത് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോയ സമയത്ത് ആ ലൊക്കേഷനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണയിലാണ് ഞാൻ അവിടെ പോയിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത്. ഞങ്ങൾ തുടങ്ങിയത് ബിൽഡിംഗ് മെറ്റീരിയൽസാണ്. അതായത് ഫാസ്റ്റനേഴ്സ്, അതുപോലെ തന്നെ കൺസ്യൂമബിൾസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് അടങ്ങുന്ന ഒരു ഷോപ്പ്. അതുവരെ ഞങ്ങൾ ട്രേഡിങ് മാത്രം ചെയ്തിരുന്ന ഞങ്ങൾ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിൽ. നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷനിൽ ചിലപ്പോൾ 100 കണക്കിന് ഷോപ്പുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ വരുന്ന സമയത്ത് അത് എത്രത്തോളം നമുക്ക് ആ ലൊക്കേഷൻ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്നതോടൊപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്കത് എങ്ങനെ റീസോൾവ് ചെയ്യാൻ പറ്റും, ആ ലൊക്കേഷനിൽ
നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നത് നിങ്ങൾ നല്ലതുപോലെ തന്നെ സ്റ്റഡി ചെയ്യുക. ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാതെ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ആ ലൊക്കേഷനിലേക്ക് വരാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത മൂന്നാമത്തെ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ഏരിയയിലേക്ക് വരാൻ കാരണം ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവും. നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് വരാനുള്ള കാരണം ചിലപ്പോൾ ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സപ്ലയേഴ്സ് ആവാം, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളാവാം. ആ കാരണങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങൾക്കത് അങ്ങനെ ഒരു കണക്ഷൻ ത്രൂ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് എത്രത്തോളം നിങ്ങളെ ബിസിനസ്സിനെ ഗുണം ചെയ്യും, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും എന്നതിനെപ്പറ്റി നിങ്ങൾ ശരിക്കും പഠിക്കും. ചിലപ്പോൾ നിങ്ങൾ മറ്റാരെങ്കിലും കെയർ ഓഫിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട് സർക്കിൾ, അല്ലെങ്കിൽ ആ ബിസിനസ് നിങ്ങളവിടെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ തന്നെ ഒരു വിനയായിട്ട് മാറുന്നുണ്ടോ എന്നത്. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. കാരണം ഞാൻ ഒരു ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷനിലുള്ള നൈബേഴ്സ്, അല്ലെങ്കിൽ തൊട്ടടുത്ത മറ്റുള്ള പുറത്തോ അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ നമ്മൾക്ക് ഓപ്പോസിറ്റായിട്ട് വരാവുന്ന ഏരിയ ആണെങ്കിൽ നിങ്ങളൊരു സ്റ്റാർട്ടിങ് കമ്പനി സർവൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ആവാം, അതല്ല മറ്റു രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ നിങ്ങളുമായി അറ്റാച്ച് ചെയ്ത് നിന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ പരമാവധി നിങ്ങൾ ആ ലൊക്കേഷൻ ഒഴിവാക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മളൊരു ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ നൈബേഴ്സ്. ചിലപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള ഷോപ്പ് ചിലപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനമായിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ അവർ നമ്മളുമായിട്ട് എങ്ങനെ സഹകരിക്കുന്നു, അവർ നിങ്ങളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു, മീൻസ് അതൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ ഒന്നുമല്ല. നമുക്കൊരു ആ ഗ്രൗണ്ടിൽ നമുക്ക് എപ്പോഴും ഫേസ് ടു ഫേസ്, അല്ലെങ്കിൽ നമ്മളെ ഒരു 10 ഷോപ്പ് അപ്പുറമോ അല്ലെങ്കിൽ 10 ഷോപ്പ് ഇപ്പുറവും നിൽക്കുന്ന ആളുകളായിരിക്കും എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രഗിൾ വന്നാൽ ആ സ്ട്രഗിളിലേക്ക് വീണ്ടും തള്ളിയിടാവുന്ന ആളുകളാണ് നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ ആ ഒരു ലൊക്കേഷൻ്റെ ഒരു സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിൽഡിങ് അല്ലെങ്കിൽ നിയർ ബൈ ഒക്കെ നിങ്ങൾക്കൊന്ന് റഫ് ചെയ്തിട്ട് നോക്കിയാൽ തന്നെ ചിലപ്പോൾ അത് മനസ്സിലാവും. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു കേസാണ്. കാരണം ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിക്കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിനെ ഒന്നും കൂടിയും മൾട്ടിപ്പിളാക്കാൻ എന്തൊക്കെ ഓപ്ഷൻസുകളുണ്ട്, അല്ലെങ്കിൽ വടക്കാക്കി തനിക്കാക്കുക എന്നൊരു സ്റ്റൈലിലേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ഒഴിവാക്കുക എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങളൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പല ആളുകളുമായി കണക്ഷൻ ഉണ്ടോ. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു ലൊക്കേഷനിൽ ഞാനൊക്കെ ഒരു ലൊക്കേഷനിൽ നിന്ന സമയത്ത് അവിടെ വർഷങ്ങളോളം 8-9 വർഷങ്ങളോളം നിന്ന് നല്ലൊരു കമ്മ്യൂണിറ്റീൻ്റെ അടുത്ത് നിന്ന് നിന്നിട്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ മോശം കമ്മ്യൂണിറ്റി എന്നല്ല, നമ്മളൊരു ബിസിനസ് കണക്ഷൻസ് ഉണ്ടാവും. നമ്മളെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ് കണക്ഷൻസുകൾ നമ്മൾ ഈ ലൊക്കേഷൻ മാറി മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസോ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഡേ ബൈ ഡേ ആക്ടിവിറ്റീസ്, അവരെ ഫേസ് ടു ഫേസ് കാണുന്നതോ, അതല്ല അവരുമായിട്ടുള്ള കണക്ടിവിറ്റി നമുക്ക് മിസ്സിങ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്സിങ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് പ്രസൻ്റ്ലി ഉള്ള എല്ലാ ബിസിനസ് അഡ്വൈസിങ്ങും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസുമായി നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ ആ പഴയ സ്ഥലത്ത് നിന്ന് ഒരു കൾച്ചർ മൊത്തം മാറി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു കൾച്ചറിൽ വരെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെ മാറ്റങ്ങൾ വരുമോ എന്ന്, അതായത് ഞാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ നല്ലൊരു കോൺഫിഡൻസിൽ ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. ഇപ്പോഴും കോൺഫിഡൻസ് ഇല്ലാന്നല്ല, ഇതൊക്കെ സർവൈവ് ചെയ്ത് ഞാൻ ഈ ഒരു സ്ട്രഗിൾ ഞാൻ കവർ ചെയ്യുന്ന കോൺഫിഡൻസുള്ള ഒരാളാണ്. അതിനെ മുന്നോട്ട് പോകുന്നതും അങ്ങനെ തന്നെയാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാൻ പറ്റുന്ന ആളുകളോ, അല്ലെങ്കിൽ എടാ നീ തുടങ്ങിക്കോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നിൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി മിസ്സായിട്ട്, ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ
ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മൈൻഡോ നിങ്ങളെ റീഫ്രഷോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ ആ ഒരു ചെറിയ ഏരിയയിൽ വെച്ചിട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അറ്റ് എ ടൈമിൽ ഒരു വലിയൊരു കോർപ്പറേറ്റ് ലോകത്തേക്ക് നിങ്ങൾക്ക് നാളെ കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു കണക്ഷൻസൊക്കെ നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു ഏരിയയിലേക്ക് നിങ്ങളെ ബിസിനസ്സിനെ നിങ്ങൾ മാറ്റാതിരിക്കുക. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതവും എൻ്റെ അനുഭവവും അതിൽ നടന്ന യാഥാർത്ഥ്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നിലവിലുള്ള ഇപ്പം നമ്മളെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയണോ പ്രൊഡക്റ്റ് പറഞ്ഞോണോ ലൊക്കേഷൻ പറഞ്ഞോണോ, അതുപോലെ തന്നെ ഞാൻ ഈ ക്യാപിറ്റലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മളെ ഫണ്ടിങ്ങോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. അതൊരു ബിസിനസ്സിന് അനിവാര്യമായ കാര്യങ്ങളാണ്. അതെന്തായാലും അതാത് ബിസിനസ്സിനനുസരിച്ചിട്ട് അത് ഡിപ്പെൻസ് ആവും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെറിയ സാലറി ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ വലിയ സാലറി ആയിരിക്കും. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് എനിക്ക് പറ്റിയൊരു ഫാൾട്ടാണ്. കാരണം അതായത് നമ്മൾ ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാഫിനെ അല്ലാതെ നിങ്ങളൊരു കാരണവശാലും, കാരണം എൻ്റെ ബിസിനസ് ഇത്രത്തോളം ലോസായതും നഷ്ടത്തിൽ വന്നതും സാമ്പത്തികം ഞാൻ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അത് പറയുന്നത്. നമ്മുടെ ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഇനി എത്ര വലിയ ഫ്രണ്ട് സർക്കിളായിക്കോട്ടെ, കമ്മ്യൂണിറ്റി സർക്കിളായിക്കോട്ടെ, ഏത് സർക്കിളിൽ നിന്ന് വന്ന റെക്കമെൻഡേഷൻ ആണെങ്കിലും റിക്രൂട്ട്മെൻ്റ് ആണെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ ചൂസ് ചെയ്യരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് അത് പഠിച്ചതാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ ബിഹേവിയർ, സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ്, സ്റ്റാഫിൻ്റെ സെയിൽസ് കപ്പാസിറ്റി, സ്റ്റാഫിൻ്റെ ഓൾ ഓവർ ക്യാരക്ടർ എന്താണെങ്കിലും അത് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കും. കാരണം എൻ്റെ ബിസിനസ് ഇത്രത്തോളം ലോസിൽ പോയതിൻ്റെ കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 1-2 സ്റ്റാഫ് കാരണം. അല്ലാതെ എൻ്റെ കൂടെ ഒരുപാട് സ്റ്റാഫ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവർ നല്ല രീതിയിൽ നമ്മളെ അടുത്ത് നിന്ന് വന്നു പോയി, അല്ലെങ്കിൽ അവർ നിലവിൽ നമ്മളെ കൂടെ ഉണ്ട്. പക്ഷേ ഒരു സ്റ്റാഫോ 2 സ്റ്റാഫോ നമ്മളെ പൊളിക്കണം അല്ലെങ്കിൽ നശിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ബന്ധങ്ങൾ അല്ലെങ്കിൽ കണക്ഷൻസ്, ഞാൻ 10 വർഷം കീപ്പ് ചെയ്തിരുന്ന എൻ്റെ സപ്ലയർ അല്ലെങ്കിൽ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ആളുകളുമായിട്ടൊക്കെ കംപ്ലീറ്റ് ക്രാഷ് ആയതിന് കാരണം നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കേസ്. ആ സ്റ്റാഫ് പക്ക എഡ്യൂക്കേഷൻ എന്നൊരു പേര്, സെയിൽസ് സ്കില്ല്, അതുപോലെ തന്നെ എല്ലാം ഒത്തൊരുങ്ങിയ ഒരാളെ അല്ലാതെ അതിന് എത്ര ലോവസ്റ്റ് സാലറിയിൽ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഈ സ്കില്ലുകളുള്ള ആളുകളെ എടുക്കുക. ദയവ് ചെയ്ത് ഒരു റെക്കമെൻഡേഷൻ്റെയും പിന്നാലെ പോവാതെ അതിലൊന്നും എടുക്കണ്ട. കാരണം അത് നിങ്ങൾക്ക് പിന്നീട് ഒരു കമ്മിറ്റ്മെൻ്റ് ആവും. അത് അതിനേക്കാളും കൂടുതൽ ഞാൻ ഇപ്പം ഇത്രത്തോളം എൻ്റെ ബിസിനസ് സംരംഭം ഇത്രത്തോളം ഒരു താഴെ ലെവലിലേക്ക് പോകാനുണ്ടായ കാരണം തന്നെ സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയത്തിലാണ്. കാരണം സ്റ്റാഫ് തന്ന ഏറ്റവും വലിയ പണി എന്ന് തന്നെ പറയാം. ആ പണി കാരണമാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മൾക്കൊരു അൾട്ടിമേറ്റ് ഞാൻ അനുഭവിച്ച എൻ്റെ അനുഭവം യാഥാർത്ഥ്യം എന്ന് ഞാൻ പറയുന്ന ഞാനൊരു ബിസിനസ് സംരംഭം തുടങ്ങിയാൽ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങളെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതായത് ഇതിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് ആ ബിസിനസ്സിന് വേണ്ടേ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഏതൊരു മാർക്കറ്റിലേക്കോ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഏത് രാജ്യത്താണോ, ഇപ്പം ഞാനൊക്കെ ഖത്തറിലാണ് ബിസിനസ് ചെയ്യുന്നത്, എപ്പോഴും ഖത്തറിലെ എന്താണോ അപ് ടു ഡേറ്റ് ബിസിനസ് നിയമങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള, കാരണം ഞങ്ങളൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നല്ലൊരു സ്ട്രഗിൾ അനുഭവിച്ചതാണ്. അത് നിലവിൽ ആ ഒരു സ്ട്രഗിളും കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെയാണോ ആ ഒരു കാര്യങ്ങൾ, ബാങ്ക്, അതുപോലെ തന്നെ ഖത്തറിലെ കോർപ്പറേറ്റ് ലോസ് അല്ലെങ്കിൽ കമ്പനി ലോസ് എന്താണെന്നുള്ള ഒരു മിനിമം നോളജ് നിങ്ങൾക്കുണ്ടാവുക. കാരണം ഞാനൊക്കെ അത് കുറേയൊക്കെ സർവൈവ് ചെയ്യാൻ കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുള്ളത് കൊണ്ടാണ്. കാരണം നമ്മളൊരു ബിസിനസ് കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് മനസ്സിലായത്. പക്ഷേ ഇതിൽ എത്ര നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മളെ പൊട്ടിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മേലുള്ള 3-4 കാര്യങ്ങൾ
നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലൊക്കേഷനിലെ നമ്മുടെ നൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ പിന്നെ ബിസിനസ് കമ്മ്യൂണിറ്റി നമുക്ക് ലോസ് ആയതിൻ്റെ പേരിൽ ഈ ഒരു കാര്യങ്ങൾ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റാഫ് ഇത്രയും കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കേസ് അത് മറ്റൊരു ഞാനിതൊരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോടല്ല കേട്ടോ ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. ഒരു ചെറിയ സംരംഭം തുടങ്ങി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് വിചാരിച്ച് ഉള്ള സമ്പാദ്യം മുഴുവൻ നമ്മളെന്താ പറയുക കൊണ്ടുവന്ന് അവസാനം ഒന്നുമില്ലാതായി പോവാതിരിക്കാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫണ്ട് വേണ്ടി വരും, ഇതൊക്കെ വേണം. പക്ഷേ ഇത് എന്ന് പറയുന്നത് നിങ്ങളൊരു റൺ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സാധാരണക്കാരൻ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ അനുഭവമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിപരീത അനുഭവങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വിപരീതമായിട്ടായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് ഇതിലുള്ളത്. എല്ലാവരോടും ഇത്രയും സമയം ഒരുപാട് ടൈമായി, കാരണം ഈ ഒരു വിഷയം സംസാരിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് ഏകദേശം 10-16 മിനിറ്റോളം കഴിഞ്ഞു. എല്ലാവരോടും പറയുന്നു, നല്ലൊരു ബിസിനസ് സംരംഭകനായിട്ട് എല്ലാവർക്കും മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ എന്നെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, കാരണം നമ്മൾ ഇത്രയും സ്ട്രഗിളിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് അവരോടൊക്കെ ഞാൻ പറയുന്നത് കേസാണ്. ഞാൻ ഇങ്ങനെ ലോസിൽ വന്ന സമയത്ത് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്ക് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരൻ്റെ അടുത്തേക്ക് അവൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവൾ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം പേഴ്സണലായിട്ട്. അതല്ല എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനുമായി കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.